ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കുമില്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്ന് തുടങ്ങുന്ന പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ആദ്യ 3 വചനങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അവരോട് ആവശ്യപ്പെട്ട ശേഷം 5 കാര്യങ്ങൾ പറയുന്നു. അതിൽ ഒന്നാമത്തേത്, വിശ്വാസം എല്ലാവർക്കുമില്ലല്ലോ, എന്നാൽ കർത്താവോ വിശ്വസ്തൻ തന്നെ എന്ന സത്യവും അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, കരുതുന്നു. അവരും വിശ്വസിച്ചാൽ രൂപാന്തരം പ്രാപിച്ച് നല്ലവരാകുമെന്ന ഓർമ്മപ്പെടുത്തലും. വിശ്വസ്തനായ ദൈവം നിങ്ങളെ സുശക്തരാക്കുമെന്ന ഉറപ്പും. 3, വിശ്വസ്തനായ ദൈവം ദുഷ്ടൻ്റെ പിടിയിൽ നിന്നും കാത്തുകൊള്ളുമെന്ന പൗലോസിൻ്റെ അനുഭവ സാക്ഷ്യവും. 4, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്ന ക്രിസ്തുവിലുള്ള അനുസരണത്തിലുള്ള സന്തോഷവും അവ മേലാലും ചെയ്യുമെന്ന പ്രത്യാശയും. 5, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന ആശംസയും ഇതിൽ ഉൾപ്പെടുന്നു. പ്രിയമുള്ളവരെ, അധർമ്മികളോടും ദുഷ്ടരോടും പോലും വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയും സഹജീവികളായ മനുഷ്യരോടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലും നാമും വിശ്വസ്തരായിരിക്കുകയും ക്രിസ്തുവേശുള്ള അനുസരണത്താലും ശക്തിയോടെ ജീവിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിയുവാനും വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ.